അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ട കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് സ്നാക്സ് ആണ്. രണ്ട് സ്നാക്സ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് വ്യത്യസ്ത രുചിയിലുള്ള പലഹാരമാണ്. നോമ്പ് തുറക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയമൊന്നും ആകാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ആദ്യത്തെ സ്നാക്സിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 4 മുട്ടയെ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ട ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം മുട്ടയ്ക്കകത്ത് ഈ ഒരു മഞ്ഞക്കുരു നമുക്കെടുത്തൊന്ന് മാറ്റി വെക്കാം. മുട്ടയുടെ വെള്ളയും മഞ്ഞക്കരുമായിട്ട് ഞാനിവിടെ വേർതിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 4 മുട്ട ഞാൻ എടുത്തതിൽ 2 മുട്ടയുടെ മഞ്ഞക്കരു മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 4 എണ്ണത്തിൻ്റെ മഞ്ഞക്കരു എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 1.5 പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും ചെറിയൊരു കഷ്ണം സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ വേണം നമ്മളിതൊന്ന് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇതങ്ങ് അരഞ്ഞു പോകരുത്. ഒരു 2-3 തവണയായിട്ട് നമ്മളൊന്ന് കറക്കിയിട്ടെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഒരുപാടങ്ങ് അരഞ്ഞു പോവാതെ ഈ ഒരു പരുവത്തിന് നമ്മളൊന്ന് കറക്കിയിട്ടെടുത്താൽ മതി. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദ മാവും 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ചാറ്റ് മസാല ഓപ്ഷണൽ ആണ് കേട്ടോ, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കൂടാതെ 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കുറച്ച് കട്ടിക്കിരിക്കുന്ന ഒരു രീതിയിൽ തന്നെ വേണം നമ്മൾ മാവൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളം പോലെ ആയി പോകരുത്. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു കട്ടി ഉണ്ടായിരിക്കണം നമ്മൾ മാവൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോഴത്തേക്കും. ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ, നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലപോലെ ഒന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചമ്മന്തിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു 2 മുട്ടയുടെ മഞ്ഞക്കറി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മഞ്ഞക്കറിയും കൂടെ നമുക്ക് ഈ തേങ്ങയിലേക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാടങ്ങ് പൊടിയായിട്ട് ഉടച്ചു കൊടുക്കണ്ട, ചെറിയതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൽ നിന്ന് ചെറിയൊരു ഉരുള എടുത്തിട്ട് കൈ കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മുട്ടയുടെ ഉള്ളിലേക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. കൈ വെച്ചിട്ട് ചെറിയതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, പുറത്തേക്ക് വരാത്ത രീതിയിൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഫില്ലിങ് എല്ലാം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ മുട്ടയിൽ ആ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. ഓയിൽ അത്യാവശ്യം ചൂടായിട്ട് കിടക്കുകയാണ്. ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കണേ. ഇനി ഈ മുട്ട നമുക്ക് ഈ മാവിലേക്ക് മുക്കി കൊടുത്തിട്ട് ഇതിൻ്റെ എല്ലാ വശത്തും നന്നായിട്ട് മാവാവുന്ന രീതിയിലൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. തീ ഒരുപാട് നമ്മൾ കൂട്ടി വെച്ച് കൊടുക്കരുത്, ചെറിയ തീയിലിട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എല്ലാ വശവും നന്നായിട്ട് കവറാവുന്ന രീതിയിൽ വേണം നമ്മൾ മാവിൽ മുക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടും. ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് ഈ ഒരു സൈഡും കൂടെ മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയേക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മുട്ടയും കൂടെ നമുക്ക് ഈ ഒരു മാവിനകത്ത് മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. മുട്ട കൊണ്ടുള്ള ആദ്യത്തെ സ്നാക്സ് എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ നമ്മുടെ സ്നാക്സിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി അരിഞ്ഞതും 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു ചെറിയ സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാളയും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഇതൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ സവാള ഇവിടെ നല്ലപോലെ തന്നെ ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാലയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചാറ്റ് മസാല നിങ്ങളിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി അതിന് പകരം ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ ഒരു 3 മുട്ട ഇതുപോലെ പൊട്ടിച്ചൂറ്റി കൊടുക്കുകയാണ്. മുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൂറ്റി കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് ചിക്കിയിട്ടെടുക്കാം. മുട്ടയും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഞാനിവിടെ ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ചെറിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ പുഴുങ്ങിയതിന് ശേഷം നല്ലപോലെ ഒന്ന് ഉടച്ചിട്ടെടുത്തതാണിത്. ഉടച്ചെടുത്ത് ഈ ഉരുളക്കിഴങ്ങ് കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റോളം ചെറിയ തീയിലിട്ടിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഉരുളക്കിഴങ്ങിലും ആ മസാലയൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് പിടിച്ച് വരണം. ഇതിൽ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ മൈദാമാവ് ഇട്ട് കൊടുക്കുകയാണ്. 2 നുള്ളു കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരുപാടങ്ങ് ലൂസായിട്ട് പോകരുത്, ചെറിയൊരു കട്ടിക്ക് ഇരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിലേക്ക് ഒരു 3 ബ്രെഡ് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുത്തതാണിത്. അപ്പോൾ ഈ ഫില്ലിങ് ഇതിൻ്റെ ചൂട് പോയിട്ട് നല്ലപോലെ തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഉരുട്ടിയതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിവിടെ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു മൈദയുടെ മിക്സിലേക്കൊന്ന് മുക്കിയതിന് ശേഷം ഇതിൻ്റെ എല്ലാ സൈഡിലും നമുക്ക് ഇതുപോലെ ഒന്ന് ബ്രെഡ് പൊടിയാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നും ഷേപ്പാക്കി എടുത്തിട്ട് മാവിലേക്ക് മുക്കിയിട്ടൊന്ന് ബ്രെഡ് പൊടി ആക്കി കൊടുത്താൽ മതി. ഈ ഒരു സ്നാക്സിന് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ ഒട്ടും കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു 20 മിനിറ്റ് നേരം ഞാനൊന്ന് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഒരു 20 മിനിറ്റ് നമ്മൾ ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഇത് എണ്ണ കുടിക്കാതെ നമുക്ക് കിട്ടും. ഓയിൽ ഇവിടെ നല്ല ചൂടായിട്ട് കിടക്കുകയാണ്. ഞാനിതൊരു 20 മിനിറ്റോളം ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സൈഡും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. ബ്രെഡ് പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിതങ്ങ് ഫ്രൈ ആയിട്ട് കിട്ടും. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഒട്ടും തന്നെ എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ കുറച്ച് നേരം ഇത് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചിരുന്നതുകൊണ്ട് തന്നെ. മുട്ട കൊണ്ടുള്ള ഈ ഒരു 2 സ്നാക്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന 2 പലഹാരങ്ങളാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.